ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കണമെന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ആമസോണിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാ പേജിൽ ഒക്കെ ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചു പറ്റിപ്പ് കേസായിരിക്കും എന്നാണ് വിചാരിച്ചത്. വരില്ല എന്നൊക്കെ വിചാരിച്ചു. ഇനി വന്നാലും ഈ പാക്കിൽ ഈ ഒരു വാക്വം ക്ലീനർ തന്നെയാണോ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് COD കൊടുത്തിട്ട് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി സംഭവമാണ്. കോഡ്ലെസ് ആണ്, നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. മെയിനായിട്ട് സോഫ, കാർപ്പറ്റ്, പിന്നെ നമ്മുടെ TV ഷെൽഫ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും ജനാലയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ മെയിനായിട്ട് ഇതാണ് നമ്മുടെ ഒരു ഹെയർ ഡ്രയറിൻ്റെ ഒക്കെ ആ ഒരു സൈസേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഹാൻഡിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പൊടിയൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ സോഫയാണ് ഞാൻ മെയിനായിട്ട് സോഫയുടെ ഇടയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു മെഷ് പോലത്തെ ഒരു സാധനം ഉണ്ട്, ഇതാണ് അതിൻ്റെ മെയിൻ പാർട്ട്. അതാണ് കഴുകി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എനിക്ക് വന്ന ഉടനെ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാകാത്തതുകൊണ്ട് ചുമ്മാ ഞാൻ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയപ്പോഴേക്കും അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഇത് മനസ്സിലാവണില്ലെങ്കിൽ അതും നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാർട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഈ ഒരു ലോങ് ആയിട്ടൊരു പൈപ്പ്, അത് നമുക്ക് എന്തെങ്കിലും നിലത്ത് പൊടികൾ നന്നായിട്ട് വലിച്ചെടുക്കാനും, പിന്നെ ഞാൻ ഇതിൽ ഡെമോ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ സെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് നോക്കൂ കേട്ടോ. ഞാൻ കുറച്ച് ടിഷ്യൂസ് ചുമ്മാ കീറിയെടുത്ത്, കാരണം നമുക്ക് ധൈര്യം വേണമല്ലോ, ഇത് വലിക്കുണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി. ഇത്രയും കുഞ്ഞൊരു വാക്വം ക്ലീനറായിട്ട് നമുക്ക് ഇത് വർക്കാവുണ്ടല്ലോ. നമ്മൾ വാങ്ങിയത് വെറുതെ ആയില്ലല്ലോ എന്നൊരു സന്തോഷം. അരിമണി അങ്ങനെ നിലത്തെന്തെങ്കിലുമൊക്കെ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് ഈസി ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഉള്ളിലെ ഷെൽഫുകളിൽ, പിന്നെ മെയിനായിട്ട് അടുക്കളയിലത്തെയൊക്കെ ഈ ഒരു ഡ്രോയേഴ്സ് ഒക്കെ ഇല്ലേ, ഡ്രോയേഴ്സിന്റെ ഉള്ളിലത്തെ പൊടി വലിച്ചെടുക്കാനൊക്കെ ഇത് നല്ല യൂസാണ്. ഇതുപോലെ ഇതിന്ന് നമുക്ക് അത് ക്ലീൻ ചെയ്യാനും പറ്റും. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഈ സോഫയുടെ ഇടയിലൊക്കെ ഇങ്ങനെ പൊടി കയറിയിരുന്നാലേ നമുക്ക് തുണി വെച്ച് ഇങ്ങനെ തുടയ്ക്കും തോറും ഉള്ളിലേക്ക് ഇങ്ങനെ ആ പൊടി ഇങ്ങനെ അടിഞ്ഞിങ്ങനെ ഉള്ളിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് വീക്കിലി ഇത് കുഞ്ഞു സാധനം ആയതുകൊണ്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനൊന്നും മടി ഉണ്ടാവില്ല. വലിയ വാക്യൂം ക്ലീനറൊക്കെ ആകുമ്പോൾ നമുക്ക് മടി വരും, അതൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരണ്ടേന്ന്. പിന്നെ ഈ ഒരു കോർണേഴ്സിലൊക്കെയുള്ള പൊടികൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് വീക്കിലെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് വൃത്തിയായിട്ടിരിക്കും. പിന്നെ സൈഡുകളിലുള്ള ഈ മാറാലയൊക്കെ പിടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവും. പിന്നെ നോർമൽ ഒരു ഞാൻ ഇത് യുറേക്ക ഫോക്സിന്റെ ഒരു വാക്വം ക്ലീനർ വലുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സക്ഷൻ പവർ തന്നെയാണ് ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് അതും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. മുടിയൊക്കെ മെയിനായിട്ട് നമുക്ക് മുടിയൊക്കെ വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കപ്പ് ഹോൾഡറിന്റെ ഉള്ളിലൊക്കെ ഈ ഒരു ചുമ്മാ ആ ബ്രഷിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആ പൊടിയൊക്കെ ഇങ്ങനെ വരും. അതേപോലെ ജനലിന്റെ സൈഡിലൊക്കെയുള്ള പൊടികൾ അത് ഇതിൽ വരില്ല, അത് ആ ബ്രഷ് തന്നെ വേണം. അപ്പൊ അത് ബ്രഷ് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു വലിയ പരിപാടി അല്ലല്ലോ. 599 രൂപയാണ് ഞാൻ കൊടുത്തത് COD. ഷിപ്പിംഗ് ചാർജസോ അങ്ങനെ ഒന്നുമില്ല. കറക്റ്റ് 599 കൊടുത്തിട്ടാണ്. അപ്പൊ 599 എനിക്ക് തോന്നണേ ഇതൊരു 6 മാസം നിന്നാലും ലാഭം തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. കാരണം അത്യാവശ്യം നമ്മുടെ പണി നടക്കുകയും ചെയ്യും. TVയുടെ സൈഡിലൊക്കെയുള്ള ഇതുപോലെ അഴുക്കൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ വലിച്ചിങ്ങനെ എടുക്കും. അപ്പൊ അതൊക്കെ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നി. ഇങ്ങനെ ഇത് ഊരിയിട്ട് നമുക്കത് കഴുകാം എന്നാണ് അവർ പറയണേ. പൊടികൾ കുറെ ഉണ്ടെങ്കിൽ ആ ഒരു കപ്പ് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞുണ്ടാവും. ഇല്ല നോക്കൂ, ഇതില് ആ ഒരു വൈറ്റ് കളർ ഇല്ലേ, അതിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ടില്ലേ നിറച്ചഴുക്ക് നിൽക്കണം. അപ്പൊ നമുക്ക് കഴുകാൻ പറ്റും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോൾ കഴുകാനും പറ്റുന്നുണ്ട്. കഴുകി നമുക്കത് ഉണക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം. ഇത് ബ്ലോയർ ആണ്. ഇപ്പൊ ജനലിലേക്ക് നമ്മുടെ കൈ എത്തുന്നതല്ല, പുറത്തേക്കാണുള്ളതെന്ന് വെച്ചാൽ പൊടികളൊക്കെ നമുക്ക് ഇതുപോലെ പറത്തി പുറത്തേക്ക് കളയാം. അങ്ങനെയുണ്ട്. നമുക്ക് അടിയിലിരിക്കുന്നതൊക്കെ നമ്മൾ മുകളിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ബ്ലോയർ യൂസ് ചെയ്യാം. അപ്പം വലിയ പവർന്ന് പറയാൻ പറ്റില്ല, ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു നമ്മളൊരു ഹെയർ ഡ്രയറിനെക്കാട്ടി വിലക്കുറവുമാണ്, ഹെയർ ഡ്രയറിനെക്കാട്ടി ചെറുതുമാണ്, സൂക്ഷിക്കാനും നല്ല ഈസിയാണ്. ഏത് ഈ ഒരു ബോക്സിലോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ ഒരു പൗച്ചിലിട്ടിട്ട് എവിടെയെങ്കിലും നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ വെക്കുകയും ചെയ്യാം. ചെറിയ സ്പിൽസോ അല്ലെങ്കിൽ
പൊടി തട്ടണമെങ്കിൽ വേഗം നമുക്കതെടുത്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് ഒരു ചാർജിങ് കേബിള് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സൂക്ഷിക്കാനുണ്ട്. റെഡ് കളർ ആണെങ്കിൽ ചാർജിങ്ങിലാണെന്ന് അർത്ഥം, ഗ്രീൻ കളർ ആണെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്യണം. അതായത് നമ്മളിങ്ങനെ ഓവർനൈറ്റ് ഒന്നും അങ്ങനെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സൂക്ഷിക്കണം എന്നല്ലേ ഉള്ളൂ. കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് ചാർജായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.